അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റജിനത്ത നവാസിനെ വിളിക്കുന്നു. നവാസിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ആരാ? എളാമയോ? ഹലോ എളാമ. മോനെ നവാസേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മോനെ എന്തൊക്കെയാണ് വർത്താനം? കുട്ടികളിവിടെ ഉണ്ടുമ്മ എളാമ്മ. പിന്നെ ഉമ്മ ഇവിടെ ഉണ്ട്. എന്തൊക്കെ എളാമ്മക്ക് സുഖല്ലേ? അൽഹംദുലില്ലാ. മക്കളൊക്കെ ഇവിടെ ഉണ്ടോ? ആ, വലിയോള് പഠിക്കാൻ പോയോടെ തന്നെ, രണ്ടാമത്തോള് ഇവിടെ ഉണ്ട്. അവൾക്ക് ലീവാണ്, സ്റ്റഡി ലീവ്. മോനെ എന്തൊക്കെ ഇപ്പം ഞാൻ കേട്ടത്? എൻ്റെ മോനെ മനസ്സൊക്കെ നല്ല വിഷമമുണ്ടല്ലേ? സാരല്ലേ മോനെ, എന്താ ചെയ്യുക? നമ്മളിപ്പോൾ കരുതി കൂട്ടി കാട്ടിയതല്ലല്ലോ. നമ്മൾ നല്ല രീതിയിലാവണമെന്ന് കരുതിയിട്ട് എല്ലാത്തിനും നിന്നിട്ടുള്ളൂ. എളാമ്മ, നിങ്ങൾ എന്താ പറയണത്? അതെ മോനെ, സൗദൻ്റെ കാര്യമേ, ആ പെണ്ണ് നല്ലൊരു പെണ്ണായിരുന്നു. എന്താ പറ്റിയത് എനിക്കറിയില്ല. പിന്നെ ഓളമ്മ എത്രമാത്രം പോക്കിരിച്ചത് ഞാൻ അറിഞ്ഞില്ലേനു മോനെ. നമ്മൾ കണ്ടറിഞ്ഞ് എല്ലാം ഓൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പണം പ്രതാപമൊക്കെ കൂടിയപ്പോഴേ കുറച്ച് അഹങ്കാരം കൂടിയിരിക്കണം. എന്താ ഇപ്പം ചെയ്യുക? എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നല്ലൊരു ജീവിതം ആയിക്കോട്ടെ ഒരു കുട്ടിക്ക് എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ചെയ്തു കൊടുത്തത്. പൊന്നാര മോനെ, ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. ഇനി എന്താ മോനെ ഞാൻ ചെയ്യുക? എന്നോട് ആ താത്ത കുറേ ഇങ്ങോട്ട് പറഞ്ഞു. എന്താ മോനെ, ഇതൊക്കെ ഉള്ളതല്ലാത്ത ഞാൻ അങ്ങനെ വിശ്വസിക്കുക? നിങ്ങളവിടേക്ക് ഇട്ട് പോയിന്നോ, ഒറ്റക്കാക്കി പൂട്ടിപ്പോയിന്നോ, ഉപദ്രവിച്ചു, അങ്ങനെയൊക്കെയാണ് പറയണത്. ഏതായാലും എളാമ്മ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ ശരിയാണ്, നല്ല കാര്യം ചെയ്തു. ഓൾക്ക് തന്നെ നല്ല ജീവിതം കിട്ടി. പക്ഷേ വന്ന വഴി മറന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എളാമ്മ. അത് എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവർക്കും ചെയ്തു കൊടുത്തു. പക്ഷേ അവരതൊക്കെ മറക്കണമ്മ. നമുക്ക് മോനെ നീ വിഷമിക്കണ്ടടാ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. അല്ല മോനെ, മക്കള് അങ്ങോട്ട് പോയിരുന്നു എന്നൊക്കെ പറഞ്ഞോ? മക്കളെ കൊണ്ടുവന്നു. അല്ല മോനെ, ഫസീല എന്നോട് ചോദിക്കുന്നത് ശരിയല്ല, എനിക്കറിയാം. എന്നാലും എളാമ്മ, മക്കൾക്ക് ഇപ്പം സൗദ കുറച്ച് മക്കളോട് കുറച്ചൊരു അകലം പാലിക്കലും കുറച്ച് ദേഷ്യപ്പെടലൊക്കെ തുടങ്ങി. ഇപ്പോൾ മക്കൾക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. മക്കളിങ്ങനെ ഉമ്മച്ചിയെ കാണുമെന്ന് പറയാണ്. പൊന്നു മോനെ, ഈ ഒന്നും കൊണ്ടും മടിക്കണ്ട. എല്ലാം അള്ളാഹുവിലങ്ങോട്ട് തവക്കലാക്കിയിട്ടേ ഇജ്ജോളെ തിരിച്ചെടുക്കാൻ നോക്ക്. കാരണം ഇവളെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയണില്ല. ഏതായാലും ഇവള് ഗർഭിണിയൊക്കെ തന്നെയല്ലേ. ഏതായാലും ആ മക്കൾക്കെങ്കിലും സന്തോഷം ഉണ്ടാകട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആ മക്കളെ പോലും വേദനിപ്പിക്കണ്ട. മക്കൾക്ക് ഓളോട് ഇഷ്ടം ഉണ്ടായിക്കില്ല എപ്പോഴും. എളാമ്മ കാണണമെന്ന് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് ഇവിടെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അവർ പറയണത് ഉമ്മച്ചി ഉപ്പച്ചി ഒരുമിക്കണം, ഉമ്മച്ചീനെ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? മോനെ നവാസ്, ഈ വിഷമിക്കണ്ട. നല്ലൊരു തീരുമാനം മോനെന്നെ എടുക്ക്. അതെ, മോനിപ്പോൾ ജീവിതത്തിൽ കുറേ കണ്ടും കേട്ടൊക്കെ പഠിച്ചതല്ലേ. എന്തൊക്കെ തന്നെയായാലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോയാലൊക്കെ തിരിച്ചു വന്നു. അതെ, ഇനി അവർക്ക് കാട്ടാൻ പൂതി ഉണ്ടാവില്ല. അതെ, എല്ലാവർക്കും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ തന്നെത്താൽ അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വരും. അതിന് ഉദാഹരണം തന്നെയല്ലേ ഫസീല. ഉമ്മ പറഞ്ഞിരുന്നു എല്ലാം കൊണ്ടും ഇപ്പോൾ നല്ലതാണ്, നല്ല മോളായിട്ടുണ്ട്. പഴയ കുറ്റങ്ങൾ ചെയ്തതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് എപ്പോഴും കരയാണ്, ദുആ ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോനെ, ഇനി ഒരിക്കലും ഫസീല കേടുവരുന്നില്ല. ഓൾ ഏതായാലും നല്ലത് പഠിച്ചില്ലേ. അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളെ അമ്മന്നല്ലേ, അതായത് എൻ്റെ ഏട്ടത്തി. അതുകൊണ്ട് തന്നെ ഓൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഉമ്മാൻ്റെ മനസ്സെന്താന്ന്. എന്നാലും എൻ്റെ പൊന്നാര കുട്ടിയെ, ഇവർ ഉമ്മാനെ കുറിച്ചും നിന്നെക്കുറിച്ചും പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല കേട്ടോ. എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എൻ്റെ താത്ത അറിയേണ്ടതൊന്നും. കാരണം എൻ്റെ താത്ത എന്ന് വെച്ചാൽ ഒരാളെ വേദനിപ്പിക്കാത്തതാണ്. പിന്നെ താത്താനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും എല്ലാവർക്കും ചെയ്യുന്നതാണ്. പാവാണ്. അല്ലെങ്കിലും ഉപകാരം ചെയ്യുന്നവൾക്ക് തന്നെ ആയിരിക്കും എപ്പോഴും കുറ്റങ്ങൾ ഉണ്ടാകുക. അതെ, നമ്മൾ ആർക്കും ഉപകാരം ചെയ്യാതിരുന്നാലൊരു കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ കൂടുതൽ ചെയ്യുന്നവർക്ക് തന്നെ ആയിരിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും. ഇപ്പോൾ കണ്ടില്ല, അത്രയും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ ഉമ്മാക്കും ഒക്കെയാണ് കുറ്റം. സാരല്ല നവാസേ. എളാമ്മ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണ്ട്. എന്താ നവാസേ?
എന്തെൻ്റെ കുട്ടിക്ക് പറയാനുള്ളത്? ഏ പറയാനുള്ള ഇളാമാനോട് പറഞ്ഞോളി. എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി. എൻ്റെ മക്കളെ പോലെ തന്നെയല്ലേ നിങ്ങൾക്ക് അത്രക്കും നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ ഇളാമ്മേന്ന് നിന്നതാണ്. അപ്പോത്തിന് ഇങ്ങനെയൊക്കെ ആയി തീർന്നു. ഒന്നുമില്ല, ഇവള് ഗർഭിണി എന്നുള്ള കാര്യം പോലും ഓല് ഓർത്തിയില്ലല്ലോ. അതാണ് എന്താന്നാ ഓല് പ്ലാന്. ഇളമ, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അവരുടെ വീട് പണി പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞ് ഒരു പെട്ടെന്ന് തിരക്ക് കൂടിയിട്ട് ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ നമുക്ക് സെറ്റാക്കാം, പെട്ടെന്നൊരു ഉള്ള വീട് വാങ്ങാം, അടുത്തത് എടുപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷെ കാത്തുനിന്നില്ല. അത് പറഞ്ഞാൽ പറ്റൂല, പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞിട്ട് ഇളമ അത് അവരെ വീട് പണിക്കുള്ള ക്യാഷൊക്കെ അവളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ക്രെഡിറ്റ് ആക്കി കൊടുത്ത് അതെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഓൾ അക്കൗണ്ടിലേക്കാണ് ഒരു ഷോപ്പിൻ്റേതായിട്ടുള്ള മുഴുവൻ ക്യാഷും കാര്യങ്ങളും അത് അവൾക്ക് അങ്ങോട്ട് ചെല്ലും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് റൊക്കം എടുക്കാണ്ട് കേട്ടില്ല. എന്നിട്ട് വീടെന്താ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. മോനെ നവാസേ, ഈ എന്തേ പറയണത്? അപ്പോൾ അതെ ഉമ്മ. എളാമ അത് മോനെ അവരുടെ തൊട്ടടുത്ത് എടുക്കണ വീടാണോ ഈ പറയണത്? പഠിച്ചോനെ നല്ല വലിയ വീടാണല്ലോ. എളാമ അതെ, ഓരോ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഒരു നിമിഷം അതാ റജിനത്ത സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. എന്നാലും ഓല് എന്നോടിത് പറഞ്ഞില്ലല്ലോ. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ പറയും അതാർക്കാന്നാവോ ഞങ്ങൾക്കറിയില്ല, വീട് ഞങ്ങൾ തൊട്ടടുത്ത് വരുന്നുണ്ട്, ഒരു വലിയൊരു വീടാണ് ഉണ്ടാക്കണം, ആർക്കും അറിയില്ല. റബ്ബേ, കളവും പറയാൻ തുടങ്ങിയോ? അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ അവർക്കൊക്കെ ഉണ്ടാവണത്, പാവങ്ങളൊക്കെ ഉണ്ടാവണം, അതെന്നെ ആഗ്രഹമുള്ളൂ. എനിക്കും എൻ്റെ താത്താക്കൊക്കെ അതേ ആഗ്രഹമുള്ളൂ, എല്ലാവരും ഒരുപോലാണെന്ന്. സന്തോഷമേ ഉള്ളൂ. അതിനിപ്പോൾ എന്താ അങ്ങനൊരു വീട് അല്ല മോനെ. ഇപ്പോൾ മോന് അതേ ഉമ്മ ഇളമ്മ അത് നമ്മളൊരു ഷോപ്പിൻ്റെ ക്യാഷ് അവളുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അഡ്വാൻസായിട്ട് 3-4 ലക്ഷം രൂപ അങ്ങനെ കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് അവളെ അക്കൗണ്ട് ആവശ്യത്തിനനുസരിച്ച് അവളെ പണിക്കാർക്കുള്ളത് അവൾ തന്നെ ഇവിടുന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക എന്തൊക്കെയാണ് അതിനുള്ള എല്ലാ സെറ്റപ്പൊക്കെ ഞാൻ ചെയ്തു കൊടുത്തേക്കണേ. എളാമ സത്യമായിട്ടും അത് അവർക്ക് പക്ഷെ ഒന്നും നന്ദിയില്ല. അതാണ് പൊന്നു മോനെ. ഐഷും അറിഞ്ഞിട്ടില്ലത്? ഇല്ല എളാമ, സത്യമായിട്ടും ഉമ്മയോട് പോലും ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ ഭാര്യയല്ലേ, ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും അവൾക്കും എൻ്റെ ഇതിൽ നിന്നൊരു ഓഹരി അവൾക്കും കൊടുക്കണമല്ലോ എന്ന് ചിന്താഗതിയാണ് എനിക്കുള്ളത്. അതെ, ഇനിയിപ്പോൾ അതൊരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും കരുതി ഞാൻ നല്ലത് വിചാരിച്ചതാണ്. എന്നാൽ അവർക്കൊരു വീടായിക്കോട്ടെ, ഏതായാലും പാവങ്ങളല്ല, അങ്ങനെ അത്ര സാമ്പത്തികമായിട്ടൊക്കെ പിന്നോട്ടും, പിന്നെ വീടൊക്കെ ആകെ പറ്റേ ചെറിയൊരു കൂരയൊക്കെ അല്ലേ, അത് പൊളിച്ച് മാറ്റും ചെയ്തിലേക്ക് മാറും ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് നിന്നതാണ്. അങ്ങനെയൊക്കെ നല്ല കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിനാണിപ്പോൾ ഓലിപ്പോൾ ഇത്രമാത്രം വാശി പിടിച്ച് പൊയ്ക്കണത്. എന്താ നമ്മളെ കൊണ്ട് നല്ലത് ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞ റജിനത്താക്ക് അതും കൂടി കേട്ടപ്പോൾ ആകപ്പാടെ ഒരു ടെൻഷനായി. പഠിച്ചോനെ, ഇത്രയും നല്ലതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ? അതന്നെ സംഭവിച്ചത്. അട്ടയെ പിടിച്ച് മെത്തയിൽ കെടുത്തി. അപ്പോൾ അവർ കഴിഞ്ഞതെല്ലാം അങ്ങോട്ട് മറന്നു. അതാണ് ഉണ്ടായത്. അതന്നെ ഞാൻ ഇവിടുത്തെ ജോലിക്ക് വേണ്ടിയിട്ട് താത്താനോടൊന്ന് പറഞ്ഞു, താത്താൻ്റെ മോളൊന്നും വിടുമോ, കുറച്ച് പണി ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്നിപ്പോൾ ഒരു വീട്ടിൽ വേലക്കാരിയായി നിൽക്കലൊന്നും നടക്കൂല എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായതൊന്നുമില്ല എന്താന്ന്. ഇപ്പം ഇതാണ് സംഭവം. മരുമകൻ്റെ ക്യാഷ് നല്ലോണം വരുന്നുണ്ട് ഓലെ വീട്ടിക്ക്. അപ്പം പിന്നെ മോൾക്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുമ്പോഴേ അത് മോൾ ഇങ്ങോട്ട് നല്ല ഉമ്മാക്കും അയച്ചവർക്കുണ്ടാവും പണിക്കാർക്കുള്ളതൊക്കെ. അതാണ് സംഭവം. വെറുതെ അല്ല ഇത്രയധികം അഹങ്കാരം. അല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെയൊന്നും ആവൂല. അതെ, കുറച്ച് ക്യാഷ് കിട്ടിയത് കൂടിപ്പോയി. നവാസേ, എന്താളാമ്മ? മോനെ എത്ര കയറുന്നുണ്ട് എന്നാവില്ലേ എളാമ്മ? അതിപ്പോൾ ബിസിനസ്സിനനുസരിച്ചാണ്. അവിടെ 3-4 ഷോപ്പ് സെറ്റാക്കിയതല്ലേ, അതിലൊരു ഷോപ്പിന് നല്ല ബിസിനസ്സുള്ള ഷോപ്പാണ്, സൂപ്പർ മാർക്കറ്റിൻ്റെ. അതിൻ്റെ ക്യാഷ് കാര്യങ്ങൾ, അതിൻ്റെ ലാഭവിഹിത അതൊക്കെ അവളെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. എനിക്ക് പിന്നെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് ഒന്ന് അവളിലും കെടുക്കട്ടെ. ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് നമ്മളെ ഭാര്യമാരനല്ലേ,
അവരോട് നമുക്ക് ചോദിക്കാലോ എന്നുള്ള രീതിയിലാണ് അതൊക്കെ ചെയ്തത്. പൊന്നു മോനെ, വല്ലാത്തൊരു മണ്ടത്തരായിപ്പോയി ആ ചെയ്തതൊക്കെ. എന്താണ് എൻ്റെ പൊന്നാര നവാസ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എൻ്റെ പെങ്ങളെ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ അക്കൗണ്ടൊക്കെ അതൊക്കെ അങ്ങനെ ഇടാം. പക്ഷെ ഭാര്യമാരെ വിശ്വസിച്ച് ഒരിക്കലും ഈ ഒരു പണി ചെയ്യരുതിട്ടേ. അങ്ങനെ എത്രയേ ചരിത്ര കഥകൾ കേൾക്കണാണ്. അതെ, ചില ആൾക്കാർ ഗൾഫിൽ പോയി കുറേ അധ്വാനിക്കും, കഷ്ടപ്പെടും. എന്നിട്ട് ആ ഒരു ക്യാഷും മുഴുവനും ഈ ഭാര്യൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് എത്ര പെട്ടെന്നാണ് ഭാര്യമാരൊക്കെ സ്വഭാവം മാറുക, അവർ മനസ്സ് മാറുക. അന്നപ്പോൾ കണ്ടില്ലേ 2-3 കുട്ടിയായിട്ടൊരു പെണ്ണ് പോയത് ഭർത്താവിൻ്റെ പൊന്നും, ഭർത്താവ് ഉണ്ടാക്കി തന്ന പൊന്നും പണം. ആ പെണ്ണിന് നൂല് പോലും ഇല്ലേനല്ലോ, മഹറും മാത്രം ഉള്ളായിരുന്നു പറഞ്ഞു കല്യാണത്തിന് അന്ന് പറഞ്ഞിട്ട്. ഇവന് ആ പെണ്ണിന് പാവപ്പെട്ട പെണ്ണല്ലെന്ന് കരുതിയിട്ട് ഇവന് കാതുത്തതും കഴുത്തിലും വളയും പാദസരം ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. പെണ്ണെന്താട്ടി ഇട്ടുപോയി, മക്കളിട്ട് അവൻ ഉണ്ടാക്കി തന്ന പണ്ടും കൊണ്ട്. പിന്നെ അത് ഒരുപാട് ക്യാഷ് ഉണ്ടായിരുന്നു, അതൊക്കെ ആയിട്ട് പോയില്ലേ. ആ മോനെ, അത്രക്ക് നമ്മൾ ഭാര്യമാരെ വിചാരിച്ചു കണ്ട് അത്ര ഇങ്ങോട്ട് നമ്മൾ വിശ്വസിച്ച് ഒരിക്കലും മുഴുവനായിട്ട് അങ്ങനെ കൊടുക്കരുത്. കൊടുത്താൽ പെട്ടുപോകും. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എപ്പോഴാണ് ഈറ്റുങ്ങളെ മനസ്സ് മാറുക പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ മോനെ അത്ര ഇനിയിപ്പോൾ ഒരു ഉമ്മാക്കോ അല്ലെങ്കിൽ വേറെ ഏതൊരു പുതിയ വേറെ അക്കൗണ്ട് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും അത് ചെയ്തത് മണ്ടത്തരായിപ്പോയി. ഇനിയിപ്പോൾ അതൊക്കെ എളാമ അതൊക്കെ ഞാൻ നല്ലതെന്ന് വിചാരിച്ച് ചെയ്താണ്. എനിക്കിപ്പോൾ പണത്തിനെ കുറിച്ചോ പണം പോയതിനെ കുറിച്ചൊന്നും വിഷമം വേദനയില്ല. ഓല് ചെയ്തതാണ്, ഓല് ചെയ്ത് കാട്ടിക്കൂട്ടി പോയതാണ് വല്ലാത്ത വിഷമം. അത് എൻ്റെ മക്കളെ എടുക്കരുത്, എൻ്റെ മക്കളെ നോക്കരുത്, എൻ്റെ മക്കളെ കുളിപ്പിക്കരുത്, തിന്നാൻ കൊടുക്കരുത്, അങ്ങനെ മക്കളങ്ങോട്ട് വെറുപ്പിക്കണം. അതാണ് എനിക്ക് സങ്കടം വല്ലാതെ വന്നത്. അല്ലാതെ ഇപ്പം എങ്ങനെയും പോയിക്കോട്ടെ. ഇപ്പം മക്കൾക്കൊക്കെ ഇത്രയും പേടിയാണെന്ന്. കാരണം എന്താ, അവിടുന്ന് ഇങ്ങനെ ഈ സമ്മർദ്ദം മൂലം അങ്ങനെ ആയി തീർന്നു. സൗദയെ ഞാൻ അത്രയൊന്നും വിചാരിച്ചത്, സൗദ അത്തരക്കാരിയല്ല, എൻ്റെ കൂടെ അത്ര ജീവിച്ചപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഈ ഗർഭിണി ആയതിൻ്റെ ശേഷം തന്നെ അവളുടെ സ്വഭാവത്തിലൊരു മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഏത് സമയം ഫോണ്, പിന്നെ ഈ ഫോൺ ഇങ്ങനെ വിളിച്ച്, പിന്നെ മക്കൾ ഭക്ഷണത്തിന് ചെല്ലുമ്പോഴേ, ഭക്ഷണം ചോദിക്കുമ്പോഴേ വിളിക്കുമ്പോൾ വരൂല, എപ്പോഴും എടുത്തെടുത്തൊരു യന്ത്രമൊന്നുമല്ല. അതേപോലെ ഇങ്ങനെ ഭക്ഷണം ഇവിടെ കുറച്ച് ചെറിയ മക്കളല്ലേ, ഒന്ന് ഭക്ഷണം പുറത്ത് പോയി കഴിഞ്ഞാൽ അവരെ ചീത്ത പറയും. നന്നാക്കാൻ നിങ്ങൾ ഉമ്മ വരുമോ? അല്ല ഞാൻ തന്നെ നന്നാക്കേണ്ടി വരില്ലേ? മര്യാദക്ക് തുടച്ച് കഴിച്ച്. ഞാൻ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് കേട്ടത്. എൻ്റെ മുമ്പ് നമ്മൾ ചെയ്ത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ഞാനിങ്ങോട്ട് ആ സമയത്ത് വരുന്നവർ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ കരയാണ് ഞാൻ വന്നപ്പോൾ. എന്താ സൗദ എന്തെന്ന് പറഞ്ഞപ്പോൾ ആ മക്കളും മിണ്ടിയില്ല, ഓളും മിണ്ടിയില്ല. അത് ഓല് എന്തോ വികൃതിയാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിച്ചില്ലായി. എന്നാൽ പിറ്റത്തെ ദിവസം ഞാൻ വന്ന് കയറുന്ന സമയത്ത് നിങ്ങളമ്മ വരുമോ നന്നാക്കാൻ എന്നുള്ള വാക്ക് എൻ്റെ എളാമ എൻ്റെ ഹൃദയത്തെ വല്ലാതെ അങ്ങോട്ട് കൊണ്ടു. ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ കുട്ടികളമ്മ തന്നെ വാണിഞ്ഞിപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും വേണ്ടിയില്ല. എന്താ ചെയ്യുക, പഠിച്ചവന് വേണ്ടി ക്ഷമിക്കുക, പഠിച്ച റബ്ബിന് വേണ്ടിയിട്ട്. അല്ലാതെ എന്താ ചെയ്യുക, ഇവരൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി പോയിട്ട് എത്രയെന്ന് വിചാരിച്ച്. ഞാനൊരാണല്ലേ എളാമ, ക്ഷമിക്കുന്നതിന് അതിരല്ലേ. ഇപ്രാവശ്യം സൗദ പോയപ്പോൾ ഞാൻ അല്പം വാശിയിൽ തന്നെ നിന്നു. ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ എന്നെ കാക്കണ്ടെന്ന് പറഞ്ഞു എളാമ ഞാൻ. മോനെ അത് നന്നായി. അതെ, എല്ലാവർക്കും നമ്മളിങ്ങനെ വളം വെച്ച് കൊടുത്ത് നമ്മളെ ചവിട്ടി തേക്കുന്ന രീതിയിലാണ് ആകണത് അല്ലേ. മോനെ, എന്തായാലും ഉമ്മാൻ്റെ കുട്ടി ചെയ്തതൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ എന്തപ്പോൾ കാട്ടുക, ഇനിയിപ്പോൾ എന്തപ്പോൾ ചെയ്യണേ? ഏതായാലും ആ കുട്ടികളെ മോൻ കഷ്ടപ്പെടുത്തണ്ട. ഫസീലാനെ ഈ 3 തലാക്കും ചെല്ലിയിട്ടില്ലല്ലോ. ഇല്ലളമ്മ, 1 3 വേറൊരാൾ കെട്ടിയിട്ട് ഓളെ സ്വീകരിക്കണം എന്നൊക്കെ പറ്റുള്ളൂ. ഇതിപ്പോൾ 1 ആയതുകൊണ്ട് എനിക്ക് തിരിച്ചെടുക്കാം. ഉമ്മാൻ്റെ കുട്ടി ഓളാണ് തിരിച്ചെടുത്തേക്ക് കേട്ടോ. എളാമ്മ സ്നേഹത്തോടെ അത് പറയുകയാണ്. ഒരു നിമിഷം ഷമ്മാസ് ആലോചിച്ചു, റബ്ബേ അല്ലാ, പേടിയാണ് റബ്ബേ, ഈ കാലത്ത് എല്ലാത്തിനും പേടിയാണ്. പക്ഷേ ഇനി ഫസീല ഇനി അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇനി അവൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കുമായിരിക്കും. പക്ഷേ സൗദ, അതാണ് എനിക്ക് സങ്കടം. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തിട്ടും
അത് അവൾക്ക് വേണ്ടിയുള്ള വീട് പണിക്കുള്ള ക്യാഷ് കാര്യങ്ങൾ ഒരു ഷോപ്പിലെ മുഴുവൻ അത് ബിസിനസ്സിൻ്റെ ക്യാഷ് അവൾക്ക് ക്രെഡിറ്റ് ആവും. അങ്ങനെ എന്തെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടും അവൾ അതൊക്കെ മറന്നു. അതാണ് എനിക്ക് സങ്കടമായിപ്പോയത്. പഠിച്ചവനെ, ആരെയും കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോഴാണ് അതെല്ലാം മനസ്സിലാകുന്നത്. എല്ലാവരുടെ ലിമിറ്റിനേ പാടുള്ളൂ. അധികമായാൽ അമൃതം വിഷം. അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതെ, അവൾ പഴയതെല്ലാം മറന്ന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയല്ലോ. അതാണ് എനിക്ക് സങ്കടം വന്നത്. ഉമ്മ വിളിച്ചു, ശരിയാണ്, ഉമ്മ വിളിച്ചെന്ന് കരുതിയിട്ട് എന്നാൽ എന്നോടൊരു വാക്ക് ശരിക്കൊന്ന് ചോദിക്കുക പോലും ചെയ്തില്ല. അതെ, അവൾ ആയിക്കോട്ടെ, സാരല്ല, ഓലൊക്കെ പോട്ടെ, പോണോലൊക്കെ പോട്ടെ, ഉള്ളവരെ വെച്ച് ജീവിക്കണം, അല്ല എന്താ. നവാസ് ചില തീരുമാനങ്ങൾ എടുത്തു. എന്നാൽ അന്നതാ ടൂറ് കഴിഞ്ഞ് നമ്മുടെ ഉസ്താദും സമീറയും ഐഷുവും എത്തിയിട്ടുണ്ട്. അവർ ഫ്ലാറ്റിലേക്ക് എത്തി. ഹോ ഇക്ക, 2-3 ദിവസം ഇവിടെ ഇല്ലായിട്ടില്ലേ? എന്താ എൻ്റെ പെണ്ണെ, നീ ഇത്രയധികം ലോങ് ടൂർ പോയിട്ടുണ്ടോ ഇത്രയും ദിവസം? എൻ്റെ പൊന്നാരിക്ക, കോഴിക്കോട് ബീച്ചിൽ വരെ ഞാൻ പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. കാണാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, ആര് കൊണ്ടാവാൻ? അതെ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അതിനൊന്നും കഴിയില്ലായിരുന്നു. പിന്നെ ആങ്ങളാര് പിന്നെയുള്ള ഭാര്യമാരും സമ്മതിക്കൂല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഇക്കയോടൊപ്പമല്ലേ ഇപ്പം ഞാൻ ആദ്യമായിട്ട് ടൂറൊക്കെ പോയത്. എൻ്റെ പെണ്ണെ, എല്ലാത്തിനും കാരണക്കാർ പുത്തൻ വീട് തറവാട്ടത്തെ ആളുകളാണ്, അല്ലാതെ ഒരിക്കലും നമ്മളല്ല കേട്ടോ ഇക്ക. എന്നാലും അതെ, അവരാണ് അങ്ങോട്ട് പ്ലാൻ ചെയ്തതും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതും. മാഷാ അല്ലാ. ഏതായാലും പഠിച്ചോനെ, അവർക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഇക്ക, പിന്നെ ഉമ്മാൻ്റെ സ്ഥിതി എന്താണെന്നാവോ? നമുക്കൊന്ന് കണ്ടുവന്നാലോ? ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ. അങ്ങനെ അവർ ഫ്രഷായി നിസ്കരിച്ച് ഫുഡ് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പോവും. എന്ത് വേണ്ടത്? നമുക്കൊന്ന് പോയി വരാം എന്തായാലും കേട്ടോ. നമ്മൾ വഴിയിൽ നിന്ന് കഴിച്ചില്ലേ? ഓക്കെ. അല്ലിക്ക, ഇന്ന് ക്ലാസ്സില്ലേ? ഇന്ന് ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെയൊക്കെയുണ്ട്. ഓരോരുത്തർ വിളി തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം കാണാനല്ലതായിട്ട് തലങ്ങും വിലങ്ങും വിളിയണല്ലോ ഉസ്താദ്, നിങ്ങളെവിടെ? 2 ദിവസത്തെ ക്ലാസ് കിട്ടിയില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ. അങ്ങനെ അത് സമീറയും നവാസും ഐഷുവും കൂടെ നേരെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുന്നു. മോനെ, ആരാ നോക്ക്? ഉമ്മ വിളിച്ചു. അപ്പോഴൊക്കെ ഷാമോൻ വന്ന് നോക്കിയപ്പോൾ മാഷാ അല്ലാ, ആരീ വന്നിരിക്കുന്നത്? ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട മോനും മോളും വന്നിട്ടുണ്ട്. മോനും മോളും? ആരാ? ഐഷു കുട്ടി ഇങ്ങോട്ട് കയറി വന്നേ. എവിടെ? പാപ്പാൻ്റെ കുട്ടി എവിടെ? ഷമ്മാസ് അവളെ വാരിയെടുത്ത് ചുംബിച്ചു. വരി ഉസ്താദേ, ഇത്ത വരി. പഠിച്ച റബ്ബേ, ആരീ വന്നേക്കണ് എൻ്റെ പൊന്നു മോളെ? എപ്പോഴെത്തിയത്? ഉമ്മ, ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. ആണോ? മാഷാ അല്ലാ. അതാ ഉമ്മ അവളെ പിടിച്ച് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിക്കുന്നു. പൊന്നു മോളെ സെമിയെ, മാൻ്റെ കുട്ടി ഏതായാലും കണ്ടു വന്നില്ലേ അവിടെയൊക്കെ? അതെ ഉമ്മ, മാഷാ അല്ലാ, നല്ല ഭംഗിയുണ്ടായിരുന്നില്ലേ? മോളെ, തണുപ്പ് കൂടിയില്ലേ? അതെ ഉമ്മ, നല്ല തണുപ്പാണ്, തണുപ്പ് കൂടിക്കൂടി വരികയാണ്. പൊന്നു മോളെ, എന്തൊക്കെ തന്നെയായാലും എൻ്റെ കുട്ടി അവിടെയൊക്കെ കണ്ടല്ലോ. അതെ ഉമ്മ, സത്യമായിട്ടും ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് അതൊക്കെ കാണാനൊക്കെ ആരൊക്കെ പറയുമ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെ? എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം തന്നെയാണ് ഉമ്മ. അപ്പോഴേക്കും അതാ ഉമ്മ ചായ. ഉമ്മ, എൻ്റെ പൊന്നുമ്മ, നിങ്ങൾ അവിടെ ഇരിക്കേ, ഞാൻ ഉണ്ടാക്കിക്കോളാം. അവിടെ ഇരിക്കുക, നിങ്ങളവിടെ അടുക്കളയിൽ പോണ്. അല്ല, മോനക്ക് എന്തെങ്കിലും സ്ഥാനം കൊടുക്കുക. ഉമ്മ, ഞാൻ കൊടുത്തോളാം, അമ്മ അവിടെ ഇരിക്കേ. സ്നേഹത്തോടെ അതാ സമീറ ഉമ്മയോട് അത് പറയുന്നു. പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടി. അല്ലുമ്മ, എന്ത് ഇവിടുത്തെ വർത്താനം? എനിക്കൊരു സമാധാനമില്ലായിരുന്നു ഉമ്മ. എന്ത് ഞാൻ ചെയ്യേണ്ടത്? ഉമ്മ, നിങ്ങൾക്ക് എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തിട്ടെന്ന് പോണുള്ളൂ. ഉമ്മ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? ഉമ്മ പറയും. പൊന്നു മോളെ, ഒന്നും വേണ്ട. പഠിച്ചോനെ, ആരിത്? 2 മക്കൾ അപ്പോഴേക്കും ഓടിയെത്തി സമീറയുടെ അരികിലേക്ക്. പഠിച്ചോനെ, അല്ലാ, ഐഷുവിൻ്റെ പ്രായമുള്ള മോനുണ്ടല്ലേ? മാഷാ അല്ലാ, ഐഷുവിനേക്കാളും ചെറുതായിരിക്കും. ഓലമ്മാൻ്റെ അടുത്തേക്ക് പോയിനോലേ, ഒരിത് പറയാണ്. ഓലമ്മാൻ്റെ അടുത്തേക്ക് പോയി 2 ദിവസം ഓല് നല്ലോ ഉമ്മാൻ്റെ ഒപ്പം നിന്നിക്കണ്. ഇപ്പോൾ പിന്നെ അവിടുന്ന് നുള്ളോളി തുടങ്ങിയിരിക്കണം ഇപ്പച്ചിനെ കാണുന്നുണ്ട്. പിന്നെ പോരാ നേരത്ത് പൊന്നാരൻ്റെ സെമിയ എന്നോട് പറയാൻ
കുട്ടികളെ തലങ്ങും വിലങ്ങും നുള്ളൊളിച്ച. അതിൽ പിന്നെ ഇപ്പം എന്താ പിന്നെ ആങ്ങളെ വിളിച്ച് പറഞ്ഞിന്ന് പറഞ്ഞു, ഷാമോൻ എത്താത്താൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയണില്ല, എന്താണ് ഞങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ട്. കാരണം എന്തായാലും പെറ്റ മക്കളല്ലേ, പെറ്റ ഉമ്മല്ലേ അത്. അപ്പം ആ ഒരു വേദന എന്തായാലും ഉണ്ടല്ലോ, ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോട് കൂടിയാണ് ഇങ്ങോട്ട് കൊടുന്നത്. എനിക്കും തന്നെ റബ്ബേ എന്തെങ്കിലുമൊക്കെ ഒന്ന്. ഉമ്മ, അതെ, ഒരു ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അതെല്ലാവർക്കും അറിയുന്നതല്ലേ ഉമ്മ. ഫസീലത്തയുടെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തൂടെ അവരെ? അതെ, അവർക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? സമീറയുടെ ആ ഒരു വാക്ക് കേട്ട ഉമ്മ പറഞ്ഞു, മോളെ മനസ്സിലൊക്കെ ആഗ്രഹമുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം ഇങ്ങനെ എഴുതും പറ്റിയപ്പോഴേ വല്ലാത്തൊരു വേദന ആയിപ്പോയത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഉമ്മ എന്തായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ നവാസ്ഖാൻ്റെ കാര്യം അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചല്ലോ, പക്ഷേ ഉമ്മ എന്ത് വന്നാലും ആ മക്കളും ഉമ്മയും ഒരുമിച്ച് ജീവിച്ചോട്ടെ, അതായിരിക്കും നല്ലത്. ആ മക്കൾക്ക് നല്ല സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടീന ഉമ്മ ഈ ഐഷു, അതിൻ്റെ ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ടല്ലേ, ഉമ്മച്ചി ഉണ്ടെങ്കിൽ എന്നാലും ഞാൻ എൻ്റെ പൊന്നു മോളെ പോലെ നോക്കുന്നുണ്ട്. ഉമ്മയില്ലാത്ത മക്കൾക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ, അത് ഉമ്മാർ നഷ്ടപ്പെടുമ്പോൾ. ഇപ്പോൾ ആ കുട്ടികൾക്ക് 2 ദിവസം നിന്ന് ശീലം ഇങ്ങോട്ട് വന്നപ്പോൾ ആ മോളെ കരച്ചിലെന്നെ എന്താ ചെയ്യുക. നമുക്കോരോ വിധി വന്നത് സാരമില്ല, നമ്മളെല്ലാത്തിലും ക്ഷമിക്കുക, പഠിച്ചോ. എന്നാലും അൽഹംദുലില്ലാ ഓലമ്മാൻ അങ്ങോട്ട് കിട്ടിയിക്കണേ അമ്മക്ക് കേട്ടോ. അന്ന് ഓളെ ഇഷ്ടപ്പെട്ട് പോയി, പിന്നൊക്കെ പഠിച്ചോൻ്റെ ഇതുകൊണ്ടൊക്കെ മാറി തിരിച്ചു വന്നു. ആ പിന്നെ ഓലമ്മ ഇങ്ങനെ പറഞ്ഞ് ഒരു ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് കേട്ടതിന് ശേഷം എൻ്റെ കുട്ടിക്ക് നല്ല, ഓളെന്നെ പറഞ്ഞതാണല്ലോ, ഉസ്താദിൻ്റെ ക്ലാസ് കേട്ട് മാറ്റം വന്നതാണ്, ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നതന്നെ. പിന്നെ ഓളെ ഫ്രണ്ട് പറഞ്ഞതാണല്ലോ ഉസ്താദിൻ്റെ ക്ലാസ് ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് ഈ ഫോണിലാണല്ലോ അവൾ കേട്ട്, 1-2 ദിവസം വന്നീനല്ലോ. പിന്നെ അവൾക്ക് സുഖമില്ലാതായി, വയ്യാതായി, ഓള് ചെയ്ത് തെറ്റും കുറ്റങ്ങളൊക്കെ പഠിച്ചവനോട് മാപ്പ് പറഞ്ഞ് പിന്നെ അവൾ ക്ലാസ്സിന് പോകാൻ കഴിയാതായി. അങ്ങനെ ആയിട്ട് പിന്നെ ഏതായാലും ഇപ്പോൾ കേൾക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ഫോണിൽ കൂടെ കേൾക്കുമെന്ന് പറഞ്ഞു. ഏതായാലും ഓള് നന്നായിക്കണം ഇപ്പോൾ, പഠിച്ചവൻ്റെ അനുഗ്രഹം. അല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളായി കേട്ടാൽ എല്ലാവരും നന്നാവും. നമ്മളിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇന്നിപ്പോൾ ആ ഉമ്മ ക്ലാസ് ഉണ്ട്, ക്ലാസ് ഇല്ലായിട്ട് തന്നെ ആളുകളിങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് 2 ദിവസം കാണായിട്ടൊക്കെ. പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഓൻ്റെ നാവുകൊണ്ട് പഠിച്ച റബ്ബ് ആരെങ്കിലൊക്കെ നന്നാകുകയാണെങ്കിൽ അതെ അതിൻ്റെ കൂലിയും കൂടി അവർക്ക് കിട്ടും എന്തായാലും. അല്ല, ഇന്നത്തെ വിഷയം ഇപ്പം എന്താണെന്നാവല്ലേ, വിഷയം അറിയില്ല, ഇനി കുടുംബബന്ധമാണോ അതോ ഇനി വേറെ എന്താണോ അറിയില്ല, അതൊക്കെ ഇനി. എന്നാലും മോളെ ആയിക്കോട്ടെ ഉമ്മ, നിങ്ങൾക്ക് എന്ത് പണിയാണ് ഞാൻ എടുത്തേണ്ടത്? മുറ്റത്ത് അപ്പോഴേക്കും അതാ കുറച്ച് കച്ചറയും ഇലയൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അവൾ വേഗം ചൂലെടുത്ത് ഇറങ്ങി അടിച്ചു വരാൻ തുടങ്ങിയപ്പോൾ, പൊന്നു മോളെ ഉമ്മാൻ്റെ കുട്ടി ഒന്നവിടെ വെച്ചേക്ക് ദയവായി, ഉമ്മാൻ്റെ കുട്ടി ഇപ്പം എടുക്കല്ലേ, നിങ്ങളിവിടെ ആ ഒരു നിലയ്ക്ക് ഞാൻ കാണുന്നില്ല, ഇരിക്കും, നിങ്ങളിപ്പോൾ നല്ലൊരു ഉസ്താദിൻ്റെ ഭാര്യയാണ്, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ജീവിച്ചോളൂ. ഇപ്പോൾ ഇവിടുത്തെ പാത്രം മൂറലും മിറ്റടിച്ചോരലൊക്കെ അതൊക്കെ പാടെ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇനി എൻ്റെ കുട്ടീനെ ഒരിക്കലും ഇവിടുത്തെ പണിയെടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ഉമ്മ നിങ്ങളത് പറയില്ലമ്മ, ഉമ്മ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരുമല്ലോ. ഉമ്മ അത് പറയില്ല, എനിക്ക് ഇഷ്ടമാണ് ഉമ്മ നിങ്ങളടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണത്, എനിക്ക് പൊറുതിയേടാണ് ഉമ്മ സത്യമായിട്ടും. ഉമ്മ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചൊരു തുടച്ച് തരട്ടെ. പൊന്നു മോളെ ഇജിപ്പോൾ കുളിയെ കഴിഞ്ഞ് വന്നതിൽ ആയിക്കോട്ടെ ഉമ്മ, അതിനെന്തോ ഒന്നും കൂടി കുളിക്കണം എന്നല്ലുള്ളൂ. സമീറ നിർബന്ധത്തോടെ അതാ റൂമുകളും നവാസിൻ്റെ റൂമും മുകളിലും എല്ലാം കയറി നല്ല രീതിയിൽ തട്ടിക്കൊട്ടി അടിച്ചു വാരി അതാ ക്ലീൻ ചെയ്യുന്നു. എന്നാൽ ഉസ്താദിന് അത് സന്തോഷമേ ഉള്ളൂ. കാരണം ഉസ്താദിനറിയാം നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം അവിടെ നിന്നാണ് അവൾ എനിക്ക് ഭാര്യയായിട്ട് എനിക്ക് ലഭിച്ചത്. അവിടെ എത്തിയതിന് ശേഷമാണ് അവൾക്ക് സമാധാനമുണ്ടായത്. അതുകൊണ്ട് തന്നെ അവൾ അവിടെയെല്ലാം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. പൊന്നു മോളെ മതി മോളെ. എന്നാൽ ഷമ്മാസിന് വല്ലാത്തൊരു സങ്കടം കണ്ടപ്പോൾ, ഇത്താ അത് വേണ്ട, കാരണം ഞാൻ ചെയ്തോളതൊക്കെ, നിങ്ങൾ ഇവിടേക്ക് വിരുന്ന് വന്നിട്ട്. ഷാമോനെ കുഴപ്പമില്ല, ഇത് എൻ്റെയും കൂടി വീടല്ലേ. ആ ശരി തന്നെയാണ്, നിങ്ങളിവിടെ വീടൊക്കെ തന്നെയാണ്, പക്ഷേ നിങ്ങൾ ഇവിടുത്തെ അത് എനിക്കൊരു ഇടങ്ങാറ് തോന്നണിത്താ. പൊന്നു മോനെ ഷാമോനെ ഒന്നും നിങ്ങൾ വിചാരിക്കല്ലേ, നമ്മളെ വീട്, നിങ്ങൾ എൻ്റെ ആങ്ങളാരല്ലേ, എൻ്റെ അമ്മല്ലത്, എൻ്റെ അമ്മക്ക് ഞാൻ കൊടുക്കണേ പോലെ അങ്ങനെ വിചാരിച്ചുള്ളൂ, അല്ലാതെ വേറെ ഒരു നിലക്കുമല്ല കേട്ടോ. പൊന്നും മോനെ ഒന്ന് എനിക്ക് ഞാൻ അമ്മക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ടേ പോകണുള്ളൂ. ഇത്താ അത് വേണ്ട,
എന്നാൽ അപ്പോഴേക്കും അതാ രാത്രിക്കുള്ള ചപ്പാത്തി. ഉമ്മ, ചപ്പാത്തിൻ്റെ ഇതുണ്ടോ, പൊടിയുണ്ടോ? ആ മോളെ, അതൊക്കെ ഷാമോനൊക്കെ ചെയ്തോളൂ. അല്ല ഉമ്മ അങ്ങോട്ട് തരി. അപ്പോൾ തന്നെ അവൾ ഗോതമ്പ് പൊടി എടുത്ത് നന്നായിട്ട് കുഴച്ച് അത് പെരത്തി അവിടെ വെക്കുന്നു. ഉമ്മ, ഇതാ രാത്രി കഴിക്കാൻ നേരത്തൊന്ന് ചുട്ടാൽ മതി. ഫ്രൈ പാനിലിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചാൽ മതി. നല്ല രീതിയിൽ പരത്തി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കൊന്നുമില്ല. എൻ്റെ പൊന്നാര മോളെ, എന്തിനാണ് ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയത്? ചോറ് വെച്ചാണ് ഞങ്ങളിപ്പോൾ രാത്രി ഇപ്പോൾ ചപ്പാത്തി വരുത്താമെന്ന് ആളില്ലായിട്ടൊക്കെ ചോറ് തിന്നു. അല്ല ഉമ്മ, എൻ്റെ ഉമ്മ നിങ്ങളത് തിന്നൻ്റെ ഉമ്മ, നിങ്ങൾക്ക് ഷുഗറൊക്കെ ഉണ്ടതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ തിന്നുള്ളൂ. അല്ല ചോറൊന്നും വല്ല കഴിക്കണ്ട. ചോറിലൊന്നും ഒന്നുമില്ല അമ്മ. നിങ്ങൾ കുറച്ച് സാലഡും കുറച്ച് ചപ്പാത്തിയും ചിക്കനെ കൂട്ടി, ഞാൻ ചിക്കനും തരി, ഞാൻ റെഡിയാക്കി തരാം. അവൾ അപ്പോഴേക്കും അതുമായി കറിയും വെച്ചു. പഠിച്ചോനെ, ഈ പെണ്ണ് വല്ലാത്തൊരു മാനെ. ഉമ്മ നിങ്ങളൊന്നും വിഷമിക്കില്ല, ഞാൻ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരട്ടാ നാളെ രാവിലെ മുതൽ തന്നെ. ഇന്നിപ്പോൾ രാത്രിയൊക്കെയുള്ള ഇവിടെ ആക്കിയല്ലോ, നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട കേട്ടമ്മ. ഞാൻ അവിടെ എല്ലാ സാധനങ്ങളും ക്ഷാമവും കൊടുന്ന് നിറച്ചിക്കണല്ലോ. എല്ലാ സാധനം ഉണ്ട്. അരിപ്പൊടി ഉണ്ട്, ഗോതമ്പ് പൊടി ഉണ്ട്, മൈദപ്പൊടി ഉണ്ട്, റവ ഉണ്ട്, എല്ലാ ഐറ്റംസിലുള്ള സാധനവും ഉണ്ട്. അതായിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരട്ടമ്മ. നിങ്ങളൊന്നും വിചാരിക്കല്ലേ. എനിക്ക് എൻ്റെ ഒരു മനസ്സത്തെ സന്തോഷത്തിനുണ്ട്. പൊന്നു മോളെ, നീ എന്നും നിങ്ങളെ നിൽക്കൂല. ഇതൊന്നും രണ്ടും ആൾക്കൊന്നല്ലല്ലോ, ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ. അല്ലമ്മ, എൻ്റെ ഒരു മനസ്സത്തെ സന്തോഷത്തിനാണ്. എന്നാൽ അതുകൂടി കേട്ടപ്പോൾ ഷമ്മാസ് ഒരു നിമിഷം കണ്ണുകൾ നിറഞ്ഞുപോയി. റബ്ബേ, ഇവരാണ് നന്ദിയുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ. നന്ദിയുള്ള ആളുകൾ ഇങ്ങനെയായിരിക്കും. അതെ, അവർ പഴയതൊന്നും മറന്നിട്ടില്ല. എന്നാൽ അവൾ സമീറ പറയുന്നു, ഉമ്മ ഒന്നുമില്ലാത്തതാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. എനിക്ക് പഠിച്ച റബ്ബ് ഇവിടുന്ന് അനുഗ്രഹം നൽകിയിട്ടുള്ളൂ. നല്ലൊരു ഭർത്താവിന് എനിക്ക് അള്ളാഹു നൽകി. പിന്നെ ഈ കണ്ട സൗകര്യം എല്ലാം എനിക്ക് ഇവിടുന്ന് ഐഷും നിങ്ങളൊരു കാരുണ്യം കൊണ്ട് തന്നെയാണ്. മോളെ, പഠിച്ചോൻ്റെ എന്ന് പറയും. അത് ഉമ്മ, പഠിച്ചോൻ നിങ്ങളെ മനസ്സ് തോന്നിച്ചിട്ടുമല്ലേ, അതുകൊണ്ട് തന്നെയല്ലേ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതൊക്കെ കിട്ടിയത് എനിക്ക് പുത്തൻ വീട് തറവാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനിതൊന്നും മറക്കൂലമ്മ. അങ്ങക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരും. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ തന്നെയാണ് പൂതി. പക്ഷേ മോളെ, എനിക്ക് മനസ്സിലാണ്ട് എൻ്റെ മനസ്സ്. എൻ്റെ ആ വാക്ക് മതി മോളെ. എന്നെ പഠിച്ചോ നന്നാക്കും, പഠിച്ച റബ്ബ് എന്നെ നന്നാക്കും, ഈ നോക്കിക്കോ. എന്നാൽ നവാസിൻ്റെ മക്കൾ അവളുടെ കൂടെ. മക്കളെ, നിങ്ങൾ ഉമ്മച്ചിൻ്റെ ഒപ്പം പോരണോ? ഐഷുവിൻ്റെ ഒപ്പം കളിക്കാനേ പോരെന്നാൽ. നല്ല മക്കളല്ലേ, പോര് ഉമ്മ, ഞാൻ ഇവരെ കൊണ്ടോട്ടമ്മ. മോളെ, എനിക്ക് എല്ലാവരും കൂടെ എത്തി ബുദ്ധിമുട്ടേക്ക്. എന്ത് ബുദ്ധിമുട്ടുമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. മക്കൾ എത്ര ഉണ്ടായാലും ബർക്കത്തല്ലേ ഉമ്മ, ബർക്കത്താണേ. മക്കളെ നമ്മൾ കയറരുത് ഇരിക്കരുത് ഒന്നും അങ്ങനല്ലല്ലോ. നമ്മളെ മക്കളൊക്കെ ചേർത്ത് പിടിക്കണം, എന്നല്ല പഠിച്ചോൻ്റെ കാരുണ്യം നമുക്ക് ഉണ്ടാകുക. വരി മക്കളെ, നമുക്ക് പോവുക. ഐഷുവിന് കളിക്കാൻ ഒരാളായി. എന്നാൽ ഐഷുവിന് അവിടെ എത്തിയപ്പോൾ വല്ലാതെ ഉമ്മച്ചിൻ്റെയും ഉപ്പച്ചിൻ്റെയും അടുത്തേക്കൊന്നും അവൾ വരുന്നില്ല. അവർ ഭയങ്കര കളിയിലാണ് അപ്പോഴേക്കും. എന്നാൽ ഉസ്താദ് പറഞ്ഞു, ഐഷുവിന് ഇവിടെ എത്തിയപ്പോഴേ സമാധാനമായത്, ഓൾക്ക് മക്കളെ കൂട്ടത്തിലേ. എന്നാൽ അതാ ഷമ്മാസിനോട് ചോദിക്കണു, പാപ്പ എപ്പോഴാ കുഞ്ഞാവ് വരിക? കുഞ്ഞാവയെ കൊണ്ടുവരണം കേട്ടോ, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. ഉമ്മ സമ്മതിക്കണില്ലേ? അതാണ്. ഷാമോനെ, എനിക്ക് ഒന്ന് കൊണ്ടുവന്നരപ്പം തന്നെ എന്താന്നില്ലേ? ഐഷുമ്മ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു. എന്നാൽ മക്കളുമായി ഐഷു നല്ല രീതിയിൽ നല്ല കളിയിലാണ്. ഉസ്താദ് അത് നോക്കി നിന്ന് അല്പനേരം. പഠിച്ചോനെ, മക്കൾക്ക് മക്കൾ തന്നെ വേണം കേട്ടോ. അല്ലാ, എൻ്റെ കുട്ടിക്ക് ഈ മക്കളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അതെ, ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പുതിയ ചിന്തകൾ വന്നു തുടങ്ങി. അത് എൻ്റെ കുട്ടിക്കും വേണം ഒരു കൂട്ടുകാരി, ഒരിണ വേണം, ഒരു തുണ വേണം. എങ്കിൽ അവരുടെ ജീവിതം വളരെയധികം മനോഹരമായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഒറ്റപ്പെടലായിരിക്കും. എന്നാൽ പുത്തൻ വീട്ട് തറവാട്ടിലെത്തിയപ്പോൾ മക്കളുടെ കൂടെ കളിക്കുന്ന ഐഷുവിന് പോരാനേ കൂട്ടമില്ല. എന്നാൽ പോവല്ലേ നമുക്ക്? ഷമി, പോയല്ലോ. അത് പോവ്, ഉമ്മാനെ വിട്ട് പോരും പരിജാതി. ഉമ്മ, നിങ്ങൾ പോരണമ്മ അങ്ങോട്ട്. ഉമ്മ അവിടെ 2 ദിവസം നിന്നോളി കേട്ടോ. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാത്തിനുള്ളുണ്ട്. മോളെ, ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ പോയിക്കോളി തൽക്കാലം. ഇനിയിപ്പോൾ ഇടയ്ക്കൊന്ന് വന്നുകൊണ്ട് ഉമ്മാനെ കാണാനിട്ടാ. എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ കുട്ടി വരുന്നുണ്ടല്ലോ എൻ്റെ അടുത്തേക്ക്, അത് മതി. അതന്നെ വലിയതടി, വലിയ സ്നേഹം, വേറൊന്നിനുമല്ല. എന്നാലും എൻ്റെ കുട്ടി അതൊക്കെ ആക്കി വെച്ച് പോകേണ്ട ഒരു ആവശ്യമില്ലേനു മോളെ. അതൊക്കെ എങ്ങനെയും കഴിഞ്ഞ് പോവും.
ഉമ്മാനെ വിചാരിച്ച് മോള് സങ്കടപ്പെടണ്ട. ഉമ്മ, എനിക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ ഉമ്മാനെ കാണണം തോന്നിയിട്ട് ഓടിയതാണ്. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു നമുക്ക് പോയി വരികയെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ എനിക്ക് സമാധാനമില്ലേ ഉമ്മ. ഉമ്മ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞിട്ടേ നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ കാരണം നിങ്ങൾ അടുപ്പത്തേക്കൊന്നും വല്ല പോകണ്ട. ഭക്ഷണമൊക്കെ ഉമ്മ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നുതരാം. പിന്നെ 2 ദിവസം കൂടുമ്പോൾ ഞാൻ വന്ന് അടിച്ചൊരു തുടച്ചും പാത്രം മോറൽ പിന്നെ എന്തായാലും ഉണ്ടാവും. മുറ്റടിക്കലും അടിച്ചു വാരി തുടക്കലൊക്കെ ഞാൻ 2 ദിവസം കൂടുമ്പോൾ വന്ന് ചെയ്തു തരാം കേട്ടോ ഉമ്മ. അങ്ങനെ ചെയ്തോളി, അതല്ലേ നല്ലത്. അതിൻ്റെ ഇടയ്ക്ക് ഓലൊന്നും ബുദ്ധിമുട്ടിക്കണ്ട ഉമ്മ. അതിനെന്താടി, ഇവിടെ ആണുങ്ങളെ അരച്ചിട്ടെന്താ, ഓലല്ലേ പണി എടുക്കണമെന്നല്ലേ. അല്ലമ്മ, എന്നാലും ഞാൻ വരണ്ട. ആണുങ്ങൾ ഇനിയിപ്പോൾ എത്ര ജോലി എടുത്താലും നമ്മൾ പെണ്ണുങ്ങൾ എടുക്കുന്ന പോലെ അടക്കി ഒതുക്കി വെച്ച് അത് ചിലവർക്ക് അതൊക്കെ ശരി തന്നെ. എൻ്റെ ഷാമോനൊക്കെ തുടച്ചുണ്ടാക്കിയൊക്കെ തരും. എന്നാലും ഇജ അടക്കി ഒതുക്കി വെക്കണ മാതിരി അങ്ങോട്ട് ഓൽക്കിങ്ങോട്ട് കഴിയൂല തോന്നുന്നുണ്ട്. എന്നാലും അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പോട്ടെ, സാറില്ല ഉമ്മ. അപ്പോൾ കുഴപ്പമില്ല, 2 ദിവസം കൂടുമ്പോൾ ഞാൻ വരണ്ട കേട്ടോ. ഒരു 1.5 വരണ്ട. വേണ്ട മോളെ, വേണ്ടായിട്ടാണ്. പിന്നെ നിങ്ങൾ ഉസ്താദുമാരെ ഭാര്യമാർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഉസ്താദുമാർ? ഓല് എന്ന് വെച്ചാൽ ഓലെ പെണ്ണുങ്ങളെ നല്ല കരുതലായിരിക്കും. ഓലെ കൊണ്ട് കൂടുതൽ പണിയൊന്നും എടുപ്പിക്കൂല. ഇല്ലല്ലോ മോളെ, ഈ ഫ്ലാറ്റ് ശരിക്കും അടിച്ചൊരു തുടക്കലും നല്ല രീതിയിൽ ഇതാക്കലൊക്കെ ഉണ്ടോ ഉമ്മ? അത് എനിക്കറിയാം. അതാണ് പറഞ്ഞത്, ഉസ്താദുമാരോട് അറിവുള്ളവരൊപ്പം ജീവിച്ച്, ഉസ്താദുമാരാണെന്നല്ല പറഞ്ഞത്, അറിവുള്ളവരൊപ്പം ജീവിച്ച ഒരിക്കലും ഭാര്യനെ ഒരു പണി ഒറ്റക്കൊരു ചെയ്യാൻ സമ്മതിക്കൂല. അവർ എന്തായാലും ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഭാര്യമാരെപ്പോഴും സഹായിക്കുമായിരുന്നു. അത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം അവർ തന്നെയായിരുന്നല്ലോ കഴുകിയിട്ടിരുന്നത്. അങ്ങനെ ഓരോ ചരിത്ര സംഭവങ്ങൾ കേൾക്കാൻ എല്ലാത്തിനും ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കേൾക്കാലോ അല്ലേ. ഏതായാലും മോളെ, അറിവുള്ള ഒരാളെ നിനക്ക് കിട്ടിയതുകൊണ്ട് നീ കഴിച്ചിലായി. ഒരിക്കലും മോള് ബുദ്ധിമുട്ടൂല. നോക്കിക്കോ, നിൻ്റെ ജീവിതത്തിൽ നല്ല സുഖം സമാധാനം പഠിച്ചോ റബ്ബ് പ്രദാനം ചെയ്യട്ടെ. പിന്നെയെന്ന് വെച്ചാൽ കുരുത്തും പൊരുത്തും അത് ചില്ലറൊന്നല്ല. അത് വാങ്ങി വെച്ചാൽ നമ്മൾ കഴിച്ചിലായി. കുരുത്തും പൊരുത്തും മോളെ, നീ എൻ്റേതാണെങ്കിലും പിന്നെ എൻ്റെ ഉസ്താദിൻ്റെതാണെങ്കിലും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നീ വാങ്ങി വെച്ചതല്ലേ. ഏതായാലും പടച്ച റബ്ബ് അന്നെ കൊടുക്കൂല. നോക്കിക്കോ, എപ്പോൾ വേണമെങ്കിലും അള്ളാഹു നിൻ്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മോൾ ക്ഷമിച്ചതുകൊണ്ടും സഹിച്ചതുകൊണ്ടും നല്ല ജീവിതം മോൾക്ക് കിട്ടിയല്ലോ ഉമ്മ. സത്യമായിട്ടും അതേ മോളെ, നല്ല രീതിയിൽ ഭർത്താവിന് ഖിദ്മത്തൊക്കെ ചെയ്ത് ജീവിച്ചോ. പടച്ച റബ്ബിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് വർഷിക്കും ഇൻഷാ അള്ളാ. ഐഷമ്മയുടെ വാക്ക് കേട്ട് ശരിക്കും സമീറ കരഞ്ഞു പോയി. ഉമ്മ, എല്ലാത്തിനും കാരണക്കാരി അത് നിങ്ങളാണ് ഉമ്മ. നിങ്ങൾ തന്നെയാണ് എനിക്കിതൊക്കെ ഉണ്ടാക്കി തന്നത്. മോളെ, എൻ്റെ കുട്ടിക്കല്ല പിന്നെ ആർക്കാ ഞാൻ അതൊക്കെ ചെയ്തു തരാം? എന്നാൽ അപ്പോഴേക്കും ഉസ്താദ് സെമി, മോളെ എന്നാൽ പൊയ്ക്കോളിട്ടോ. എൻ്റെ കുട്ടി ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ ചെയ്തു തന്നു, ഒരിക്കലും മറക്കൂല അതൊന്നും. ആ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഉമ്മ, എന്നാൽ മക്കൾ പോവുകയാണോ? എന്നാൽ ഐഷു പോകാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉസ്താദേ, ഐഷു ഒന്ന് ഇവിടെ നിന്നോട്ടെ. എന്തായാലും ഇവരൊക്കെ ഉണ്ടല്ലോ കളിക്കാൻ, ഞങ്ങൾക്കും തന്നെ ഒരു സന്തോഷമാകും കേട്ടോ. മക്കൾ ഭയങ്കര കളിയിലാണ്. അതിനെന്താ, മക്കൾ അങ്ങോട്ട് പോന്നോട്ടെ. സെമി എങ്ങനെ വെച്ചാൽ നോക്കിക്കോളും മക്കളെ, അവൾക്ക് ഇഷ്ടമാണ് മക്കളെ. അതെ ഉമ്മ, ഞാൻ കൊണ്ടോട്ടെ കുട്ടികളെ, എനിക്ക് പൂതിയായിട്ടാണ്. ആരുമില്ല, ഞാൻ രസമില്ലമ്മ, അവർ വന്നോട്ടെ കേട്ടോ ഉമ്മ. സെമി അതാ കൊഞ്ചി പറഞ്ഞു. നവാസിൻ്റെ മക്കൾ സമീറയുടെ കൂടെ പോകുമോ അത് ഐഷു അവിടെ നിൽക്കുമോ? അങ്ങനെയായി പിന്നെ അവരുടെ ചിന്തകൾ. എന്തൊക്കെ തന്നെയാലും സമീറ നിർബന്ധിക്കുകയാണ് മക്കളെ കൊണ്ടുപോവാൻ. അങ്ങനെ ഉസ്താദും സമീറയും മക്കളെ 3 പേരെയും കൊണ്ട് അതാ അവരുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.